മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. കാരണം എത്ര വലിയ സ്റ്റോറേജുള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒരു സമയം വരുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഗാലറി ഫുള്ളാകും, പെട്ടെന്ന് നമ്മുടെ സ്റ്റോറേജൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു മെത്തേഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ക്ലിക്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വെൽക്കം ടു വൺ ടാപ്പ് ക്ലീനർ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു ക്ലിക്കിൽ ഒരു ടാപ്പിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഇതുപോലൊരു ട്യൂട്ടോറിയൽ കാണും. വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് യൂസേജ് ആക്സസിന് വേണ്ടിയുള്ള പെർമിഷൻ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരിലുള്ള പെർമിഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കാഷെ ക്ലീനർ, SD ക്ലീനർ, ഡിഫോൾട്ട് ക്ലീനർ, ആപ്പ് ഗ്രൂപ്പ്സ് എന്നൊക്കെയുള്ള കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മുകളിലുള്ള ആദ്യത്തെ തന്നെ കാണുന്ന കാഷെ ക്ലീനർ എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻസ് എടുത്ത് അതിൽ നിന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ ഇവിടെ താഴെ ഇവിടെ കാണുന്നത് സ്റ്റോറേജ് ആൻഡ് കാഷെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഈ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഡാറ്റ നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ ക്ലിയർ കാഷെ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റ മാത്രം, അതായത് അതിനകത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാഷെ ഫയലുകൾ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡാറ്റകളൊന്നും ചോർന്നു പോകില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും എടുത്ത് നമുക്ക് ഓരോന്നും പ്രത്യേകമായിട്ട് കാഷെ ഫയലുകൾ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്ലിക്കിൽ ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് എല്ലാ ആപ്ലിക്കേഷൻ്റെയും കാഷെ ഫയലുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടുകയില്ല, പക്ഷേ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും ചെയ്യും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓരോ ആപ്ലിക്കേഷൻ യൂട്യൂബിൽ 586 MB കാഷെ ഫയലുകളുണ്ട്. ഇവിടെ ഗാലറിയിൽ 229 കാഷെ ഫയലുകളുണ്ട്. അതായത് അത്രത്തോളം GB ഫയലുകൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനും കാഷെ ഫയലുകളായി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അതിന് നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ റെഡ് മാർക്കിലുള്ള ഈ കാഷെ ക്ലിയർ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി, മൊത്തത്തിൽ ക്ലീൻ ആകും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും പ്രത്യേകമായിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ഈ കാഷെയുടെ ചിഹ്നത്തിൽ, കാഷെ ക്ലിയറിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാണാൻ സാധിക്കും അത് മൊത്തം ക്ലീൻ ആകുന്നത്. നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ഈ റെഡ് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചോദിക്കുന്ന ഭാഗത്ത് താഴെ ഭാഗത്ത് വീണ്ടും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ സാധിക്കും ഓരോ ആപ്ലിക്കേഷൻ്റെയും പ്രത്യേക മാർക്കുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതെല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും ഓരോ ഭാഗങ്ങൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഡാറ്റ ഇവിടെ കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.